നമുക്കറിയാം, നാം കഴിക്കുന്ന പഴങ്ങളിലും പച്ചക്കറിയിലുമെല്ലാം കീടനാശിനിയുടെ സാന്നിധ്യമുണ്ടെന്ന്. മികച്ച വിളവ് ലഭിക്കാനായി കീടങ്ങളെയും ഉപദ്രവകാരികളായ മറ്റ് പ്രാണികളെയും നശിപ്പിക്കാനാണ് കർഷകർ പഴങ്ങളിലും പച്ചക്കറികളിലും കീടനാശിനികൾ തളിക്കുന്നത്. എന്നാൽ ഇവ ദീർഘനാൾ കേടുകൂടാതെ ഇരിക്കാനായി വ്യാപാരികൾ രാസവസ്തുക്കൾ ഉപയോഗിക്കുകയും ചെയ്യും. മാങ്ങയും മറ്റും ഒന്നിച്ച് പഴുപ്പിച്ചെടുക്കാനും കാർബൈഡ് പോലുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കാറുണ്ട്. ഭക്ഷ്യവസ്തുക്കളിൽ കാൽസ്യം കാർബൈഡ് പ്രയോഗിക്കുന്നത് 1954 മായം ചേർക്കൽ നിരോധന നിയമപ്രകാരം നിരോധിച്ചിട്ടുണ്ട്. പല കീടനാശിനികളും ഇത്തരത്തിൽ നിരോധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ വിപണിയിൽ സുലഭമാണെന്ന് പറയപ്പെടുന്നു. മാരക രോഗങ്ങളാണത്രേ ഇത്തരത്തിൽ കീടനാശിനിയും രാസവസ്തുക്കളും ഉപയോഗിച്ച പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നതിലൂടെ മനുഷ്യർക്കുണ്ടാകുന്നത്. എങ്ങനെയാണ് കീടനാശിനി തളിച്ച പഴങ്ങളും പച്ചക്കറികളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഒരു 15 മിനിറ്റ് സമയം ചിലവഴിക്കാൻ തയ്യാറായാൽ പഴങ്ങളിലെയും പച്ചക്കറികളിലെയും കീടനാശിനിയും മറ്റു രാസവസ്തുക്കളും പൂർണ്ണമായും ഒഴിവാക്കാനാകും. എന്തിനാണ് പഴങ്ങളിലും പച്ചക്കറികളിലും കീടനാശിനിയും മറ്റ് രാസവസ്തുക്കളും ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം. നിരവധി ദിവസം ഫ്രഷായിരിക്കാനും വിളകളെ കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാനുമാണ് കീടനാശിനികൾ തളിക്കുന്നത്. ഇത് കഴിക്കുന്നതിലൂടെ മാരക കീടനാശിനികൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. മനുഷ്യന് വളരെ ദോഷകരമായ ഒന്നാണ് കീടനാശിനി. ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളാണ് ഇതുവഴി നമ്മിലേക്ക് എത്തുന്നത്. അതിനാൽ കഴിക്കുന്നതിന് മുൻപ് പഴങ്ങളിലെയും പച്ചക്കറികളിലെയും കീടനാശിനി പൂർണ്ണമായും നീക്കം ചെയ്യേണ്ടത് ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. അമിത ചെലവില്ലാതെ പഴങ്ങളിലെയും പച്ചക്കറികളിലെയും കീടനാശിനി അകറ്റാനുള്ള പൊടിക്കൈകളാണ് ഇനി പറയുന്നത്. പഴങ്ങളും പച്ചക്കറിയും ഉപയോഗിക്കും മുമ്പ് ശുദ്ധമായ വെള്ളം ഉപയോഗിച്ച് നല്ലതുപോലെ കഴുകാൻ മറക്കരുത്. പുറത്തുള്ള അഴുക്കും കീടനാശിനിയും കളയാൻ ഇത് സഹായിക്കുന്നു. 30 സെക്കൻഡ് വെള്ളത്തിൽ ഇട്ട ശേഷം അവ എടുത്ത് കൈകൊണ്ട് നന്നായി ഉരച്ച് കഴുകുക. ഇതിനുശേഷം മറ്റൊരു രീതിയും പരീക്ഷിക്കാം. 2 കപ്പ് വെള്ളത്തിലേക്ക് 1 കപ്പ് വിനാഗിരി ഒഴിച്ച ശേഷം ഈ ലായനിയിൽ പഴങ്ങളും പച്ചക്കറിയും 10 മുതൽ 15 മിനിറ്റ് വരെ മുക്കി വയ്ക്കുക. കീടനാശിനി സാന്നിധ്യം നീക്കം ചെയ്യാൻ ഇത് വളരെ നല്ലതാണ്. വിനാഗിരിയുടെ രുചി നീക്കം ചെയ്യാൻ പിന്നീട് ഇവ വെള്ളം ഉപയോഗിച്ച് നന്നായി കഴുകിയാൽ മതി. ബേക്കിംഗ് സോഡയും ഇത്തരത്തിൽ കീടനാശിനി നീക്കം ചെയ്യാൻ ഉപയോഗിക്കാം. 2 കപ്പ് വെള്ളത്തിൽ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കുക. ഈ വെള്ളത്തിൽ പഴങ്ങളും പച്ചക്കറിയും 10 മുതൽ 15 മിനിറ്റ് വരെ മുക്കി വയ്ക്കാം. ശേഷം വെള്ളത്തിൽ നന്നായി കഴുകിയെടുത്ത് ഉപയോഗിക്കാം.